ഹായ്, എന്താ പാട്? സുഖല്ലേ? ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു, കണ്ടിരുന്നു നിങ്ങളെ? ഏതറിയോ? ജസ്ന കുരുനേട്ടൻ്റെ ആ വീഡിയോ തന്നെ ഞാൻ വീണ്ടും ചെയ്യാനുള്ള കാരണം എന്താ അറിയോ? ആ വീഡിയോ അല്ല, ഇവളുടെ വിഷയം തന്നെ വീണ്ടും ഞാനിപ്പോൾ അടുപ്പിച്ച് ചെയ്യാനുള്ള ഒരു കാരണം എന്താ അറിയോ? ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇലക്ഷനൊക്കെ അല്ലേ, എന്തോ ഉടായ്പും കൊണ്ട് ഇവൾ ഇറങ്ങിയിരിക്കണമെന്ന്. കാരണം ഈ ഉടായ്പിന്റെ കാര്യം എനിക്കൊരാഴ്ച മുമ്പ് തന്നെ മനസ്സിലായിരുന്നു. എങ്ങനെ ഇവളൊരു വിഷുവിന്റെ കഥയൊക്കെ പറഞ്ഞിട്ടാണ് വന്നിരുന്നത്. അന്ന് തന്നെ മനസ്സിലായി. അപ്പൊ ഞാൻ അങ്ങനെ ആലോചിച്ചു, ഇവളെന്തോ പരിപാടിക്കുള്ള ഉദ്ദേശമാണ്, അതെന്താ നോക്കിയിട്ട് ചെയ്യാന്ന്. അപ്പൊ ഞാൻ അതൊന്നും ചെയ്തില്ല. അപ്പൊ ഞാൻ അതിമക്ക് വല്ലാണ്ട് മെയിൻ ചെയ്തില്ല. അതിന്റെ കാരണം എന്താ വെച്ചാൽ അവൾ ഒന്നായിട്ട് അടിയിൽ പോയി കിടക്കുക, ആർക്കും വേണ്ട, ആരോട്ട് തിരിഞ്ഞു നോക്കണമില്ല. ആകെ മറ്റേ എന്താ പറയാ, മറ്റേ ലേക്ക് 76 ലേക്ക് 12 ലേക്കൊക്കെ ആയി അങ്ങനെ ചുരുങ്ങി കൂടിയിരിക്കണു. അപ്പൊ നമ്മളായിട്ട് എടുത്ത് പൊക്കണ്ട, എന്താ അവളെ ഉദ്ദേശം നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിമക്ക് വല്ലാണ്ട് ശ്രദ്ധ കൊടുത്തില്ല. അങ്ങനെയാണ് ഇപ്പൊ ഞാനിപ്പോ മിനിഞ്ഞാന്ന് ഈ വിഷയം കാണുന്നത്. എന്ത് മക്കളെ, പിന്നെ ഞാൻ തട്ടം ഉപേക്ഷിച്ചാലും തട്ടം ഉപേക്ഷിച്ചില്ലെങ്കിലും നിങ്ങൾ ഇന്ന സ്വർഗത്തിലേക്ക് പറഞ്ഞയക്കണ്ട, ഞാൻ നരകത്തിൽ തന്നെ പെയ്ക്കോട്ടെ, നിങ്ങൾക്ക് എന്താ എന്നൊക്കെ. അപ്പം എനിക്ക് മനസ്സിലായി ഇവള് പൊന്തല് തുടങ്ങിയെന്ന്. അപ്പം ഞാൻ എന്ത് ചെയ്തു, അതിനെ കുറിച്ചിട്ട് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തു. ഇലക്ഷൻ അല്ലേ, അപ്പം തട്ടിട്ടിട്ട് ഇപ്പോൾ ഒരു കണ്ണഭക്തിൻ്റെ കഥയൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിക്കണു എന്നുള്ളത് എനിക്ക് മനസ്സിലായപ്പോഴാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. അങ്ങനെ ആ വീഡിയോ എടുത്ത് വേസ്റ്റ് കുഴിക്ക് ഇടേണ്ട ഒരു ഗതികേടായി ഒഴുക്കുക. കാരണം ആരും അയിമക്ക് വല്ലാണ്ട് പ്രതികരിച്ചില്ല. അപ്പൊ എന്ത് ചെയ്തു, ഇവള് പുതിയൊരു ഉടായ്പും കൊണ്ടിറങ്ങി. എന്താ വെച്ചിട്ടാ, ഇത് കുറച്ച് മുന്തിയായിട്ടാ. എന്താ അറിയോ, ഞാൻ ആ വീഡിയോ കണ്ടു, പക്ഷെ ഞാൻ സേവ് ആക്കിയില്ല. ഓളെന്ത് ചെയ്തു, അതും ഡിലീറ്റ് ആക്കി കണ്ട വഴി ഓടി. സംഭവം വേറൊന്നുമല്ല, എന്നെ ഒന്ന് സഹായിക്കാമോ? നിങ്ങൾക്ക് എന്നെ ഒന്ന് സഹായിക്കാമോ? നിങ്ങൾ ആരും എനിക്ക് 1 രൂപ വെറുതെ തരണ്ട കേട്ടോ. അതിന്റെ മുമ്പ് എന്ത് ചെയ്തു, കണ്ണന്റെ ഒരു ഫോട്ടോ വെച്ചിട്ട് കണ്ണം സമർപ്പണം മറപ്പാന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ ഓള് ചെല്ലി. ഇത് കാണാതെ പഠിച്ചേച്ചിക്കാണ്. എന്തിനെ, നല്ല സംഖ്യകളെ ഓള് ഭയങ്കര മറ്റേ എല്ലാം അറിയുന്ന ആളാണ് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ആദ്യം 4 ശ്ലോകം ഓള്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഓള് സഹായാഭ്യർത്ഥന ചോദിക്കണത്. ഈ സഹായാഭ്യർത്ഥന എന്തിനാ അറിയോ? പിന്നെ ഓളുടെ ഉമ്മ മറ്റേ ഇക്ര എന്ന് പറയുന്ന കോഴിക്കോട് ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ആ ഹോസ്പിറ്റലിലാണ് ഉള്ളത് ഉമ്മ. അപ്പൊ ഡോക്ടർ പറഞ്ഞു, പിന്നെ കുറച്ച് മോശം അവസ്ഥയാണ്, അതായത് കൊണ്ടുപോയ എല്ലാ ഉമ്മാടെ പാർട്സും തിരിച്ച് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരണം. അപ്പോൾ നിങ്ങൾ അതിന് ചെയ്യേണ്ട കാര്യം എന്താ, നിങ്ങൾ എൻ്റെ ഈ ഫോട്ടോ നിങ്ങളൊന്ന് മേടിക്കോ. കാരണം ഇങ്ങനെ ഞാൻ എൻ്റെ നിവൃത്തികേട് കൊണ്ട് ചോദിക്കുക, നിങ്ങളൊന്ന് മേടിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര മറ്റേ എന്താ പറയാ, സാടി മ്യൂസിക്കൊക്കെ ഇട്ടിട്ട് ഭയങ്കര മറ്റേ ഒലിപ്പീരായിരുന്നോളെ. എന്താ അസുഖം എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. കാരണം എന്താ അറിയോ, പിന്നെ എൻ്റെ വീഡിയോ ഉമ്മ കാണും. ഉമ്മ കണ്ടു കഴിഞ്ഞാൽ ഉമ്മ അതറിയും. ഉമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ ഉമ്മ വിഷമിക്കും. ഇവളായിട്ട് ഭയങ്കര സന്തോഷത്തില്ല ഉമ്മ. ഉമ്മാക്ക് ഒരു വിഷമം ഇല്ലാത്തൊരു മോളാവള്. അല്ല, കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താ അറിയോ, ആ ഉമ്മാക്ക് ഇവളെ കാര്യത്തിൽ ഒരു വിഷമമില്ല എന്നുള്ളത് നമുക്ക് ആ ഉമ്മയുടെ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം. എന്നിട്ട് ഇപ്പോൾ അവള് പറഞ്ഞാൽ എന്താ അറിയോ, നിങ്ങൾക്ക് അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ ഇക്ര എന്ന് പറയുന്ന കോഴിക്കോടെ ഒരു മറ്റേ വലിയ ഹോസ്പിറ്റലാണ്. ആ ഹോസ്പിറ്റലിൽ വിളിച്ചിട്ട് നിങ്ങൾ ഇപ്പം തന്നെ വിളിച്ച് ചോദിച്ചോളൂ എന്താണ് പിന്നെ ഉമ്മാടെ അസുഖം എന്ന്. അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഞമ്മക്ക് എന്ത് ബുദ്ധിമുട്ടാ അറിയോ, ഇക്രയൊക്കെ വിളിച്ചിട്ട് എന്താ ഇപ്പോൾ ഇവിടെ മറ്റേ ഉമ്മാടെ അസുഖം എന്ന് ചോദിക്കാൻ അല്ലേ? കാരണം നാടിന് അത്രയും നല്ല ഉപകാരം ചെയ്യുന്ന ഒരു മറ്റേ മോളെ ഉമ്മ അല്ലേ ഇപ്പം അവിടെ അസുഖം കൊണ്ട് കിടക്കണേ. അസുഖം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആർക്കും വരാം. അതിനെ നോക്കി നമ്മൾ ആരും പുച്ഛിക്കാനും പാടില്ല. ഇതിൽ പുച്ഛല്ല, പരിഹാസമല്ല. പക്ഷേ ഓള് ആ ഉമ്മാടെ പേര് പറഞ്ഞിട്ട് ഇന്നലെ ഒരു സഹായാഭ്യർത്ഥന നടത്തി. ആ വീഡിയോ ജസ്റ്റ് മിസ്സാ. കാരണം ഞാൻ ഇന്നലെ ഡ്രൈവ് ചെയ്യുന്ന സമയത്താണ് ആ വീഡിയോ എനിക്ക് ഒരാൾ അയച്ചു തന്നത്. അപ്പം ഞാനത് കയറിയിട്ട് ഞാൻ ആ വീഡിയോ എന്ത് ചെയ്തു, ഫോൺ അവിടെ വെച്ചിട്ട് വീഡിയോ പ്ലേ ചെയ്തു. അപ്പം അതിൻ്റെ ഓഡിയോ ഞാൻ ഇതിലിങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പം അതിലിവള് പറയുന്ന വിഷയം ഇതാണ്, ഉമ്മാക്ക് ഇങ്ങനെ അസുഖമുണ്ട്. അസുഖം എന്താണെന്ന് ഞാൻ ഇതിൽ പറഞ്ഞില്ല, കാരണം എൻ്റെ വീഡിയോ ഉമ്മ കാണും. അപ്പം കണ്ടു കഴിഞ്ഞാൽ അത് ഉമ്മാക്ക് വലിയ സങ്കടമാവും. അതുകൊണ്ട് നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണം, ഈ കണ്ണൻ്റെ ഫോട്ടോ വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ടൊരു കണ്ണൻ്റെ ഫോട്ടോ കൊണ്ടാണ് വന്നിരുന്നത്. എന്നാലോ ഒന്നരാടം ഇവൾക്ക് ഈ സ്വർണ്ണ എത്ര വിലയിൽ നിൽക്കുമ്പോഴും ഇവളിങ്ങനെ ഓരോ ദിവസം ഓരോ പെട്ടി തുറക്കും. ഇവള് സ്വർണം വാങ്ങിയത് നാട്ടുകാരെ കാണിച്ചാൽ മോൾ അത്ര വലിയ ഹൈ ലെവലിലാണ് എന്നുള്ളത് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്നരാട സ്വർണം വാങ്ങുക. ഇവള് വണ്ടി എടുത്തിട്ട് കറങ്ങാൻ പോവുക. അതിൻ്റെ ഉള്ള ഹോട്ടലിലും അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള വലിയ ലാവിഷ് ജീവിതം കാണിക്കുക. ആ ഓളിപ്പോൾ ഇമ്മാക്കൊരു അസുഖം വന്നപ്പോൾ ഓൾ അങ്ങോട്ട് തളർന്ന് മറിഞ്ഞിക്കുക. അപ്പൊ സഹായാഭ്യർത്ഥന നാട്ടുകാരത്ത് ചോദിക്കാൻ വേണ്ടി വന്നതാ. പക്ഷെ അതിനകത്ത് ഫുള്ള് പൊങ്കാലായിരുന്നു. ആട്ടിയിട്ട് കുന്നുകയറ്റി അറിയില്ലേ, അതേമാതിരി.
അങ്ങോട്ട് ആട്ട് കിട്ടി. അത് കാരണം തോന്നുന്നു മോൾ ആ വീഡിയോ എന്തായാലും ഡിലീറ്റ് ആക്കിയിരിക്കുന്നു. സംഭവം ഡിലീറ്റ് അല്ല, സംഭവം പ്രൈവറ്റ് ആക്കി വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ആരെങ്കിലും അത് സേവ് ചെയ്ത് കുണിച്ചെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പിന്നെ ആ വീഡിയോ കാണിച്ചു തരാം. അത് സത്യം പറഞ്ഞാൽ നിങ്ങൾ കേൾക്കേണ്ട വീഡിയോ. കാരണം എന്താ അറിയോ, ചോറ് നിങ്ങൾക്കറിയാം ആ ഫോട്ടോ 4 ആളൊന്ന് വാങ്ങാൻ വേണ്ടി എന്താ സെന്റിമെന്റിൽ കാണിച്ചിട്ടെങ്കിലും 4 ആളൊന്ന് വാങ്ങട്ടെ എന്നുള്ള ഒരു മറ്റേ ഇതായിട്ടാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓളെ മൂട്ടിലെ എവിടൊക്കെ ഓൾക്ക് സ്വർണ്ണം ഇടേണ്ടതെന്ന് ഒരു പിടുത്തമല്ല. ഞാൻ നുണയൊന്നുമല്ല പറയുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇതാ ഈ വീഡിയോ നിങ്ങൾ കാണി. ഒന്നാണ് നോക്കാണി. എവിടൊക്കെ ഓളെ എവിടൊക്കെ കുത്താൻ പറ്റുക അവിടെയൊക്കെ ഓള് വാങ്ങി സ്വർണ്ണം ഇട്ടിക്കണു. ഇതൊന്നും അല്ല. ഇനി ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ഫോട്ടോയിൽ നിങ്ങളൊന്ന് നോക്കി. എവിടൊക്കെ ഓൾക്ക് മറ്റേ ഹിന്ദിക്കാരെ അറിഞ്ഞാണം കെട്ടിയ മാതിരി നിറച്ച് മാറ്റിയ സ്വർണ്ണാണ് ഓളമേത്തുകൂടെ. കണ്ടില്ലേ? ഇതൊക്കെ ഇവിടെ വെച്ചിട്ടാണ് ഓള് ഞങ്ങൾ എങ്ങനെയെങ്കിലും ഇനി ഒന്ന് സഹായിക്കും. ഒരു ഗതിയില്ല. ഓള് പറഞ്ഞ മാതിരി ഇത് സ്വർണ്ണാണെങ്കിൽ ചിലപ്പോൾ നുണയക്കാരൻ ഫുള്ള് മറ്റേ ധാരപ്പ പോയി ചെക്ക് ചെയ്യണു. ഓളെ കൗത്ത് കയറിയിട്ട് ഇപ്പോൾ ആരെങ്കിലും ചെക്ക് ചെയ്യോ? ആരെങ്കിലും ഒന്ന് പോയി ഉറച്ചു നോക്കുമോ? ചിലപ്പോൾ ഇത് ഏതെങ്കിലും ഫാൻസിന്ന് വാങ്ങിയ മുക്കുവണ്ടായിരിക്കും. നാട്ടുകാരെ മുന്നിൽ പട്ടി ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ പാടെ വാങ്ങിയിട്ടതാക്കാറ്. എന്ത് ഓള് ഭയങ്കര പൈസക്കാരിയായി, ഭയങ്കര റിച്ചുകാരിയായി. ഓൾക്ക് മറ്റേ കണ്ണൻ്റെ ഫോട്ടോ ഒക്കെ വരച്ചിട്ടും മറ്റേ യൂട്യൂബിൽ നിന്നും മറ്റേന്നൊക്കെ നല്ല വരുമാനം വരുന്നുണ്ടെന്നൊക്കെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടിയതാണ്. എന്ത് ദിനം ഡ്രസ്സ് മറ്റേ സ്വർണം പർച്ചേസ് ചെയ്യണത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വീഡിയോസ് ഉള്ളതുണ്ട്. അതേമാതിരി ഇതാ ഈ കൗത്തിൽ നിറച്ച് മൂട്ടിലുണ്ട് എല്ലായിടത്തും ഉണ്ട് ഓളെ സ്വർണം. ഇതൊക്കെ അവിടെ വെച്ചിട്ടാണ് ഓള് ചോദിക്കുന്നത്, എങ്ങനെയെങ്കിലും നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കുമോ ഈ കണ്ണൻ്റെ മറ്റേ ഇത് വാങ്ങിയിട്ടേന്ന്, ഫോട്ടോ വാങ്ങിയിട്ടേന്ന്. ഇത് കാണുന്ന ഏതെങ്കിലും സംഖ്യ ചിലപ്പോൾ നാളെ വിട്ടിട്ട് ഏതെങ്കിലും മൂലക്ക് ഇരിക്കാരം. അപ്പോഴാക്കാരം അവളെ ഈ വീഡിയോ കാണുന്നത്. അപ്പം എന്ത് ചെയ്യും? ഓൻ ചിലപ്പോൾ വാങ്ങുമില്ല. തോന്നിയില്ല ഇപ്പോഴത്തെ കാലത്തൊന്നും ഒരു സംഖ്യ ഇത് ഇവളെന്ന് വാങ്ങുന്നുള്ളത്. ഇനി അങ്ങനെ വാങ്ങിയാലോ വെച്ചിട്ട് ഓള് എറിഞ്ഞതാ. സംഭവം ഇവളെത്തൊന്നും ഒരു മനുഷ്യൻ വാങ്ങണില്ല. ഇവളിങ്ങനെ പറയാം. ഇവളിപ്പോൾ എന്താ ഞാൻ പറഞ്ഞില്ലേ, ഒരാഴ്ച മുമ്പ് ഞാനൊരു വീഡിയോ കണ്ടിരുന്നു. അന്നേ എനിക്കൊരു ഡൗട്ട് അടിച്ചു എന്നുള്ളത്. അതിൻ്റെ ആദ്യത്തെ വീഡിയോ എന്താ അറിയോ? അത് കണ്ടോ? ഒട്ടും ഭാഗ്യമില്ല എന്ന് വിശ്വസിച്ച ഒരാളായിരുന്നു കേട്ടോ ഞാന്, എനിക്ക് തന്നെ. പക്ഷെ ഇപ്പൊ ഞാൻ പറയും, ഒട്ടും ഭാഗ്യമില്ലാത്ത ഒരാളല്ല, ഭാഗ്യമുള്ള ഒരു വ്യക്തി തന്നെയാണ് ഞാൻ എന്നുള്ളത്. എന്തുകൊണ്ടാന്നറിയോ? ഞാൻ ചിത്രവര രംഗത്തേക്ക് എത്തുന്നത് 2013-14 കാലഘട്ടങ്ങളിലാണ്. അന്ന് തൊട്ടിട്ടുള്ള എല്ലാ വർഷങ്ങളിലും എന്റെ ഒരു ഫോട്ടോ ഒരു വീട്ടിലെങ്കിലും കണി വെച്ചിട്ടുണ്ടാവും. അതെനിക്ക് ഭയങ്കര ഭാഗ്യമായിട്ട് തോന്നുക കേട്ടോ. നമ്മൾ വരച്ച ഫോട്ടോ മറ്റുള്ളവര് കണി വെച്ചിട്ട് അതിന്റെ ഫോട്ടോസ് ഒക്കെ നമുക്ക് അയച്ചു തരുമ്പോൾ പ്രൗഡായിട്ട് തന്നെ തോന്നാറുണ്ട്. അപ്പൊ ദേ അടുത്ത മാസം വിഷു വരികയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേപോലുള്ള ഫോട്ടോ വിഷുവിന് വീട്ടിൽ കണി വെക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്ക് കാര്യം പറഞ്ഞ് മെസ്സേജ് അയച്ചാൽ ഞാൻ മറുപടി തരും. അപ്പം വിഷുവിന് അധികം നാളുകളില്ല. വരച്ച് സ്റ്റോക്ക് വെക്കാറില്ല, ഓർഡറിനനുസരിച്ച് വരച്ചു കൊടുക്കാറാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് ആവശ്യക്കാര് കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ. വരച്ച് സ്റ്റോക്ക് വെക്കാറില്ല. ഞാൻ ആവശ്യം വരുമ്പോ പ്രിന്റ് എടുത്ത് കൊടുക്കലാണ്. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോട്ടാ. ഇതെന്താ സംഭവം? ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് കണ്ട വീഡിയോ ഇതാണ്. ഞാൻ അന്നേ എനിക്ക് മണത്തക്കുണു. എന്താ ഞാൻ കാര്യമില്ലാതെ ഒന്നും പറയില്ല. ഈ വീഡിയോ വന്നപ്പോൾ ഞാൻ അത്ര വലിയ മെയിൻറ്റ് കൊടുത്തില്ല. അതായത് വിഷുവിന് ഓൾക്ക് ഭയങ്കര സന്തോഷത്ര. കാരണം എല്ലാ പെരിയും കൂടി വിഷുവിന് മറ്റേ ഓളുടെ മറ്റേ വിഷുക്കണി കാണാൻ വേണ്ടിയിട്ട് ഹിന്ദുക്കൾ ഇവൾ പൂജാമുറിയിലൊക്കെ വെക്കുന്നത് ഇവളുടെ ഫോട്ടോ ആണ്. അത് അറിഞ്ഞില്ല ഓൾക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ അതങ്ങോട്ട് ഈ വിഷയം ക്ലിക്കായില്ല. അത് ഏറ്റെടുത്തില്ല ആരും. അങ്ങനെ എന്ത് ചെയ്തു? ഓളെന്നെ സ്വയം തീരുമാനിച്ചു. എന്ത് എന്നാ ഇനി തട്ടത്തുമ്മ കയറാന്ന്. എന്നിട്ടാണ് ഓള് മറ്റേ തട്ടിട്ടിട്ട് വന്നത്. ഞാൻ സ്വർഗത്ത് പോയാലെന്താ, ഞാൻ നരകത്ത് പോയാലെന്താ, നിങ്ങൾക്ക് എന്താ അത്ര കേതെന്ന്. അതും അങ്ങോട്ട് മൂലക്ക് പോയി വീഡിയോ. അത് കഴിഞ്ഞിട്ട് ഓളെന്നെ ഉണ്ടാക്കിയൊരു സ്ക്രിപ്റ്റ് ഉണ്ട്. അതാണ് ഹൈലൈറ്റ്. അതൊന്ന് കേട്ടോ. ഇതാ എന്തോ ആയിക്കോട്ടെ. ഞാൻ ഇങ്ങനെ പറയുമ്പോ നിങ്ങൾ ഏത് ഉമ്മാനോടാണ് എന്നുള്ളത് ഒരു നിമിഷം നിങ്ങൾ ചിന്തിക്കും. എന്റെ ഉമ്മ തൊട്ടിട്ട് എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് എന്നുള്ളത് എനിക്കറിയാം. ആ ഉമ്മമാരോടൊക്കെ മാപ്പ് ചോദിക്കാൻ ഞാന്. എന്താണ് കാര്യം? എന്റെ ഒരു സുഹൃത്ത് എന്റെ വീട്ടിൽ വരാനിടയായി. അപ്പം അവള് പറഞ്ഞു, അവളുടെ മദർ ലോനെ പറ്റി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഉമ്മയായിരുന്നു അത്. ആ ഉമ്മയായിരുന്നു ഇവിടെ പേജ് ആദ്യം
മറ്റേ കൺട്രോൾ ചെയ്തിരുന്നത്. അത്രക്ക് സപ്പോർട്ടായിരുന്നു. ബാക്കി പറ. തട്ടത്തിന്റെ ഒരു വിഷയം വന്ന സമയത്ത് ഉമ്മാക്ക് എന്നോട് കുറച്ച് ദേഷ്യം തോന്നി എന്ന് അവള് പറഞ്ഞു. ഉമ്മ നിങ്ങളോടാണ്. നിങ്ങൾ ഈ വീഡിയോ കാണുമെന്ന് വിചാരിക്കുന്നു. പിന്നെന്താ? അപ്പയാ ഞാൻ ചിന്തിച്ചത്, അതേപോലെ ഒരുപാട് ഉമ്മമാർക്ക് എന്നോട് ദേഷ്യം വന്നിട്ടുണ്ടാവും. എന്നെ ചേർത്ത് പിടിച്ച ഒരുപാട് ഉമ്മമാരുണ്ടല്ലോ. പിന്നെന്താ, എന്നെ ചേർത്ത് പിടിക്കാൻ ഉമ്രക്ക് പോണ മാതിരിയിരുന്നു ഉമ്മമാര് വന്നിരുന്നത്. ഞങ്ങൾക്ക് അറിയുന്ന കാര്യല്ലേ, ഇജ്ജ് ബാക്കി പറ. അവരോടും കൂടിയായിട്ടാണ് മാപ്പ് ചോദിക്കാൻ ഞാൻ. അങ്ങനെ ഒരു ശീലമില്ലല്ലോ. എന്താ പറയാ, ഈ മോളുടെ തട്ടത്തെയാണോ സ്നേഹിച്ചത്, അല്ലെ ഈ മോളെയാണോ നിങ്ങൾ സ്നേഹിച്ചത്? അല്ല, ഏതപ്പ ഈ മോള്? 19 വയസ്സായോ? അന്നെ ജന്നെ മോളെ എന്ന് വിളിക്കലില്ലേ? അപ്പൊ കുഴപ്പമില്ല, പറഞ്ഞോ. തട്ടം ഇപ്പഴും എന്റെ തലയിൽ നിങ്ങൾക്ക് കാണുന്ന ഒരു സാഹചര്യത്തിലൂടെ ഞാൻ കടന്നു പോകുമ്പോഴും എന്റെ ജീവൻ എന്ന് പറയുന്ന ഒരു സംഭവം അവിടെ ഉണ്ടാവണമെന്നില്ല ഉമ്മ. തട്ടം എന്റെ ലൈഫിൽ നിന്നും ഞാൻ മാറ്റി എന്നൊരു വാക്കാലെ പറഞ്ഞു എന്നല്ലാതെ ഇപ്പഴും ഞാൻ തട്ടം ഉപയോഗിക്കാറുണ്ട്. പല വീഡിയോസിലും നിങ്ങൾക്കത് കാണുകയും ചെയ്യാം. അത് എൻ്റെ ഉമ്മാനോടും എൻ്റെ ബാപ്പാനോടും ഒക്കെ ഉള്ള സ്നേഹം തന്നെയാണ് അത്. അതേപോലെ തന്നെ എൻ്റെ ഉമ്മാനെയും എൻ്റെ ബാപ്പാനെയും പോലെ ഒരുപാട് ആൾക്കാർ എന്നെ സ്നേഹിക്കുന്നവരുണ്ട്. അവർക്ക് ഒരിത്തിരി ദേഷ്യം എന്നോട് വന്നു എന്ന് കേട്ടപ്പോ ഭയങ്കര സങ്കടമായിട്ടുണ്ടാവും. ഇനിയെങ്കിലും ഞാനിത് പറഞ്ഞേ പറ്റുള്ളൂ എന്ന് തോന്നുന്നത് കൊണ്ട് ആദ്യമേ തന്നെ എൻ്റെ ഉമ്മാനോടും ബാപ്പാനോടും മനസ്സറിഞ്ഞ് മാപ്പ് ചോദിക്കുകയാണ്. സ്വന്തം ഉമ്മാനോടും ഉപ്പാനോടും അതേപോലെ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ഉമ്മയും ഉപ്പയുണ്ട്, അവരോടും ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. ഈ മാപ്പ് പറയുന്ന വീഡിയോയിലും ഞാൻ തട്ടമിട്ടിട്ടില്ല കേട്ടോ. ഉമ്മ നിങ്ങൾക്കേ പറ്റുള്ളൂ നിങ്ങളുടെ മകളെ മനസ്സിലാക്കാന്. അല്ലേ ബാപ്പ? നിങ്ങൾക്കേ പറ്റുള്ളൂ നിങ്ങളുടെ മകളെ മനസ്സിലാക്കാന്. തട്ടത്തിന്റെ പേരിൽ ഞാനും എൻ്റെ മകനും അനുഭവിച്ചതും, ഒരു സ്ത്രീക്ക് ഏറ്റവും വലിയത് വേണ്ടത് മാനമാണ്. അത് നഷ്ടപ്പെട്ടതൊക്കെ ഈ ഒരു തട്ടത്തിന്റെ പേരിലായിരുന്നു. അത് ഞങ്ങൾക്ക് ഒരുപാട് വേദനകൾ തന്നിട്ടുണ്ട്. തട്ടത്തിന്റെ പേരിൽ കല്ലെറിയുന്ന ഒരുപാട് ആൾക്കാര് ഞങ്ങൾ ചുറ്റുമുള്ളത് കൊണ്ടായിരുന്നു ഉമ്മ ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. പക്ഷെ ഇടണോ വേണ്ടയോ, എങ്ങനെ നടക്കണ്ട എന്നുള്ളത് നമ്മളുടെ മനസ്സിലുണ്ടായാൽ മതി. അതെന്റെ മനസ്സിലുണ്ട് ഉമ്മ, ഞാനത് ചെയ്യാറുമുണ്ട്. അത് മറ്റാരെ ബോധിപ്പിച്ചിട്ടില്ലെങ്കിലും ഉമ്മാനെ ബോധിപ്പിച്ചാൽ മതി എനിക്ക്. അതുകൊണ്ട് ആ ഉമ്മ ഈ വീഡിയോ കാണുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഈ ഉമ്മാനോട് പറയുന്നത്. ഉമ്മ കാണണം ഈ വീഡിയോ. എൻ്റെ അനുഭവം കൊണ്ട്, എൻ്റെ അവസ്ഥ കൊണ്ടാണ് ഉമ്മ ഞാൻ അങ്ങനെ പറഞ്ഞത്. പക്ഷെ തട്ടത്തെ ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല, കൂടെയുണ്ട്. അതെല്ലാവരുടെയും മുമ്പിൽ നമുക്ക് പ്രഹസനം പോലെ കാണിക്കേണ്ട ഒരു സംഭവം അല്ലല്ലോ. അല്ല, അത് റൂമിന്റെ ഉള്ളിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ ചെയ്യേണ്ടതാ. പുറത്തിറങ്ങുമ്പോഴും വീഡിയോ പിടിക്കുമ്പോഴൊക്കെ പിന്നെ തട്ടണ്ട. ഏതാണ്ട് കിതാബ് അതിപ്പോ ഏതോ ആയിക്കോട്ടെ പറ. അത്രയും നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പം മറക്കാതെ ഉമ്മ ഈ വീഡിയോ കാണുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കേട്ടില്ലേ നിങ്ങള്? ഇതാണ് അവസ്ഥ. ഞാൻ പറഞ്ഞില്ലേ, രണ്ടാമത്തെ ഉടായിപ്പ് ഇതാണ്. ഏത്? ആദ്യം നരകവും മറ്റേ സ്വർഗവും ഓൾക്ക് പ്രശ്നമില്ലായിരുന്നു. പിന്നെ എവിടെയോ ഓളെ സലീമിന്റെ മാതിരി കാണാത്തൊരു ഉമ്മയും വാപ്പിയും വന്നു കൊടുക്കും. എന്നിട്ട് നല്ല നിങ്ങളോടാണ്. ഏതുമ്മാനോട്? എവിടുത്തെ ഉമ്മാനോട്? ആരുടെ ഉമ്മാനോട്? ഇവളിങ്ങോട്ട് വരിക ഓരോ സ്റ്റോറിയും കൊണ്ട്. ഇവളെ വിചാരം ഇതൊന്നും ആർക്കും ഒരു പൊടിയും കിട്ടൂല, ഒക്കെ സത്യമാണെന്ന് ആരെങ്കിലുമൊക്കെ വിചാരിച്ചോളിച്ചിട്ട് ഓൾക്ക് ഇപ്പം ഇതുവരല്ലാത്ത ഓൾക്ക് മുസ്ലിങ്ങളെ തന്നെ കണ്ടെടുത്താൽ കണ്ടുകൂടാ. മുസ്ലിങ്ങളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾക്ക് അത്ര അലർജി ആയിട്ട് ഓള് നിരന്തരം മുസ്ലിങ്ങളെ പറഞ്ഞും കൊണ്ടിരിക്കുകയായിരുന്നു. ഇവൾക്ക് എവിടെ പണി പാളി അറിയോ? അതാണ് ട്വിസ്റ്റ്. അലി അക്ബറിന്റെ മാതിരി, മറ്റേ രാമസിംഹത്തിന്റെ മാതിരി ഒറ്റ അടിക്കട് കയറിയിട്ട് എനിക്ക് മുസ്ലിം മതമേ വേണ്ട, ഞാനിതാ ഹിന്ദുവായി, മുസ്ലിം മതം ഉപേക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞോടുകൂടെ സംഘികൾ എന്ത് ചെയ്തു? പോയെന്നില്ലേ, ഇനി അങ്ങോട്ട് മാറിക്കാറുന്നു. അതെന്നെ ഇവൾക്കുണ്ടായത്. ഇവളെന്താ വിചാരിച്ചിട്ടാ? തട്ടം ഉപേക്ഷിച്ചു, മതം ഉപേക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇന്നങ്ങോട്ട് പോരെന്ന് പറഞ്ഞാണ്ട് മറ്റേ തോളിലേറ്റുന്നാ വിചാരിച്ചത്. സംഖ്യകളേതാ മുതല്
സംഖ്യകൾക്ക് മനസ്സിലായി എങ്ങനെയെങ്കിലും അതിൽ നിന്ന് പുറത്ത് ചാടിക്കലേ ഉദ്ദേശം ഉള്ളൂ എന്നുള്ളത്. അതൊരു ഭംഗിയായാണ് ചെയ്തു. ഇവള് വിചാരിച്ചത് എന്താ വെച്ചിട്ടാ, ഇവള് മറ്റേ സംഖ്യകളെ പറ്റിച്ച് ജീവിക്കുക എന്നാ. സംഖ്യകൾ എന്താ വിചാരിക്കണ വെച്ചിട്ടാ, ഓളെ അതിൽ പുറത്തായി കിട്ടിയില്ലേ, ഇനി ഓളെ എന്താച്ചായിക്കോട്ടെ, എന്തായാലും ഓള് മുസ്ലിം അല്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്കും കുഴപ്പമില്ല എന്നുള്ള ലെവലില് ഓളെ അവിടെ ഇട്ടിട്ട് സംഖ്യകളുടെ വൈക്കുകൊണ്ട് പോയി. ഇതിലാണ് ഇവളുടെ ഫസ്റ്റ് പണി പാടുന്നത്. എന്ത്, അതോടുകൂടെ ഇവളുടെ കച്ചവടം നിന്നു, എല്ലാം നിന്നു. നേരെ മറിച്ച് ആ തട്ടിട്ടിട്ട് ഓള കുറച്ച് കാട്ടിക്കൂട്ടലുണ്ടായിരുന്നു. ആ സമയത്ത് ഓൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ കുറച്ച് ആളുകൾ ഇത് മറ്റേ ഇവിടെ വാങ്ങി എന്തിനാ നാട്ടുകാരെ കാണിപ്പിച്ച. അന്നൊക്കെ ഓളെങ്ങനെ വെച്ചിട്ട് അതാ ഓർഡർ വന്നു കൊടുത്തു അങ്ങനെ ഇങ്ങനെ. ഇപ്പം അങ്ങനത്തെ ഒരു വീഡിയോ അല്ലല്ലോ. എന്നാ ഓളെത്തി ചോദിച്ചു നോക്കാം, ലോഡ് കണക്കിനാക്കാരൻ സാധനങ്ങൾ ഓള് വരച്ചത് പോണത്. അമ്മാരത്തെ ബിസിനസ്സാ. ആ ഓളാണിപ്പോൾ ചികിത്സക്ക് സഹായം വേണമെന്നും പറഞ്ഞിട്ട് ഇത്രയും സ്വർണ്ണം എന്നും പറഞ്ഞ, അത് സ്വർണ്ണമല്ല, സ്വർണ്ണമാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇത് ഓൾ ഇട്ടിക്കണത് സ്വർണ്ണമാണെന്നുണ്ടെങ്കിൽ ഓൾ ഒരിക്കലും ഇങ്ങനത്തെ ഒരു നാടകം കൊണ്ട് വരൂല. ഏത്, ഈ ഓള് പറയുന്ന കാര്യങ്ങൾ സത്യമാണെങ്കിൽ. പക്ഷെ ഇത് സത്യമല്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് എന്താ അറിയോ, അവിടെ ഓള് കണ്ണനെ കൊടുത്തിട്ട് പ്ലീസ് ഓർഡർ പ്ലീസ് സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റും വെച്ചിട്ട് എന്ത് ചെയ്തു, ഇതൊന്നും മറ്റേ മേടിച്ചാൽ മാത്രം മതി, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ ഇക്ര ഹോസ്പിറ്റലിലേക്കും വിളിച്ചു ചോദിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് ഓള് ഫുൾ എവിഡൻസ് കൊണ്ടൊക്കെ വന്നത്. സംഗതി വന്നതിനേക്കാൾ സ്പീഡിലോള് ആ പോസ്റ്റും വലിച്ചും കൊണ്ട് ഓടി എന്നുള്ളത് സത്യമാണ്. ഇതിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് ഇപ്പോ ഇല്ലാത്ത അമ്മി ഇല്ലാത്ത വാപ്പി ആ റൂമിന്റെ ഉള്ളിൽ ഇരിക്കണ ഉമ്മാനോടും വാപ്പാനോടും, ആദ്യം തന്നെ എൻ്റെ ഉമ്മാനോടും എൻ്റെ വാപ്പാനോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു, എനിക്ക് പൊരുത്തപ്പെട്ട് തരണം. പിന്നെ എൻ്റെ മറ്റേ വീട്ടിലേക്ക് വന്ന ഉബളുടെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇത്ര തട്ട ഉപേക്ഷിച്ചതിന് ശേഷം ആ ഉമ്മാക്ക് ചെറിയ സൗന്ദര്യപ്പണിക്കോ എങ്ങനെ ചെറുതേ ഉള്ളൂ. അപ്പം അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഓളിപ്പോൾ ഇത് വന്നിട്ടുള്ളത്. ഇവള് കാണിച്ചു കൂട്ടിയിരുന്ന അക്രമം എന്തായിരുന്നു, ഇവള് ആ കുരുണേട്ടനും പാടെ എന്തൊക്കെയാ ഇവള് കാട്ടിക്കൂട്ടിന്ന് എവിടെ എത്തിയില്ല എന്ന് മാത്രമല്ല, സത്യത്തിൽ ആ ഉമ്മാക്ക് അങ്ങനെ ഒരു രോഗം ഉണ്ടെങ്കിൽ തന്നെ അതടക്കം വിറ്റ് കായാക്കാണ് ഇവള്. മനസ്സിലായോ നിങ്ങൾക്ക്? ഇവള് അടിക്കടിക്ക് എടുത്ത് പറയുന്നുണ്ട്, എന്തേ നിങ്ങൾ ആരും എനിക്ക് വെറുതെ ഒന്നും തരണ്ട, നിങ്ങൾ എൻ്റെ ഫോട്ടോ വാങ്ങിയാൽ മതി, ഫോട്ടോ മാത്രം മതി. ഇതാണ് ഓളെ ആകെയുള്ള ഒരു റിക്വസ്റ്റ്. പിന്നെയുള്ള നാടകമായിരുന്നു ഓളുടെ ഈ ഉമ്മി ഉപ്പിയുള്ള കഥ. ഏതോ ഒരു ഉമ്മി ഉപ്പി ഉള്ള കാര്യത്തിൽ ഭയങ്കര വിഷമത്തിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഓലോട് ക്ഷമിക്കണം, കാരണം എന്താ വെച്ചാൽ ആ തട്ടം കാരണം ഞാൻ കുറെ കല്ലേറ് കൊണ്ടതാണ്, മറ്റേ അത്രക്ക് വേദനിച്ചതാ. എന്താ അവൾക്ക് വലിയ വേദനയല്ലായിരുന്നു, ഓള് ഇത്രക്ക് വേദനിക്കാൻ. ഇവിടെ പല്ലേ നമ്മളെ ഈ കേരളത്തില് ഏത് മതത്തിൽപ്പെട്ട ഒരാളായിക്കോട്ടെ ഒരു പെണ്ണിനെ വെറുതെ കൂട്ടം ചേർന്ന് ആക്രമിക്കുന്ന ചരിത്രം എവിടെയില്ല. ഇവള് ചെയ്ത അത്രയും വലിയ വർഗീയതയും അത്രയും വലിയ തെണ്ടിത്തരം കൊണ്ട് എങ്ങനെ ഇവള് വിചാരിച്ചത് എന്താ അറിയോ, എന്നും ഇതൊക്കെ ഉണ്ടാവുന്ന, ഇതിന് ഒരു ലിമിറ്റില്ല, ഇതെന്നും ഉണ്ടാവും, ഇങ്ങനെ പറ്റിച്ച് തന്നെയാണ് ജീവിച്ച എന്ന് വിചാരിച്ചിട്ടാണ് ഇവൾ ഇതിന് തുടക്കം കുറിച്ചത്. ആദ്യമൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു, പലരും മറ്റേ എന്താ പറയാ ഒരു മുസ്ലിമും കൂടി അതിന്റെ പേരിൽ ഓർഡർ ആയിരുന്നു. പിന്നെ പതിക്കാണ് പണി പാളി, അതിലാ ഓള് പെട്ടെ. അതിലാണ് ഓള് രണ്ടാമത്തെ സ്റ്റെപ്പ് ഉപയോഗിച്ചത്. എന്താ, ഞാൻ മതം ഉപേക്ഷിച്ചു, തട്ടം ഉപേക്ഷിച്ചു, ആരായിന് ഇവളൊക്കെ വിളിച്ചിട്ട് മറ്റേ ഇജ്ജെന്തിനെ അങ്ങനെ പോയെ, എങ്ങനെ മറ്റേ ഇതാക്കിയെന്ന്. ഇവള് സംഖ്യകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ മദ്രസിലെ ഉസ്താദുമാരെ, പള്ളിയിലെ ഉസ്താദുമാരെ, അതല്ലെങ്കിൽ ഓൾക്ക് എന്തെങ്കിലും നന്മ പറഞ്ഞു കൊടുക്കുന്ന മനുഷ്യന്മാരെ, ഇവരൊക്കെ വീഡിയോ ഓഡിയോ റെക്കോർഡ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്, മക്കളെ ഇതാ എന്നോട് ഇങ്ങനെ പറഞ്ഞു, എന്തിന്റെ കാര്യത്തിനാ എന്നെ എൻ്റെ മക്കളെ ഇങ്ങനെ ദ്രോഹിക്കണേ? ആ ചെറുക്കല്ലേ നമ്മളെ പിന്നാലെ ഇപ്പം ഇങ്ങനെ നടക്കണത്, എന്ത് ഫോളോവേഴ്സ് കുറവാന്നൊക്കെ പറഞ്ഞിട്ട് ആ ചെറുക്കനൊക്കെ മദ്രസിൽ പുറത്താക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവള് സോഷ്യൽ മീഡിയ കാണിച്ചു കൂട്ടുന്ന അക്രമം തന്നെ. കാരണം ഏതൊരു സമുദായം ആയാലും ശരി, അത് ഹിന്ദു ആണോ ക്രിസ്ത്യാനിയാണോ മുസ്ലിമാണോ, എല്ലാത്തിനും ഒരു ചിട്ടുണ്ട്. ആ ചിട്ട മറികടന്നിട്ടും ഇങ്ങനെയൊക്കെ കോപ്രായങ്ങൾ ചെയ്യുമ്പോൾ അത് ഇനി ഏത് മതത്തിൽപ്പെട്ട ആളുകളായാലും ശരി, അവരുടെയൊക്കെ ഒരു ഗുരുനാഥന്മാര് അല്ലെങ്കിൽ അറിവുള്ളവര്, നീ ചെയ്യുന്നത് ശരിയല്ല, നിനക്ക് ഇത്രയും ചെറിയ മക്കളാണ്, അവരുടെ ഭാവി വരെ നിന്റെ കയ്യിലാണ്, അതുകൊണ്ട് നീ സൂക്ഷിച്ച് ജീവിക്കണം, നീ നിന്റെ സൃഷ്ടാവിനെ സൂക്ഷിക്കണം, അതുപോലെ ഈ സമൂഹത്തിനെ സൂക്ഷിക്കണം, എല്ലാതും കരുതി വേണം നീ ജീവിക്കാം എന്ന് പറഞ്ഞാൽ അതും ഇവള് വലിയൊരു സംഭവമാക്കി മാറ്റിയിട്ട് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനും മറ്റുള്ളവരുടെ മുമ്പിൽ പിന്നെ ഇവളൊന്ന് ആളാകാൻ വേണ്ടിയിട്ടും റീച്ചിന് വേണ്ടിയിട്ടും ഒരുപാട് ആളുകളെ ഇവള് പരിഹസിച്ചിരിക്കണം. അത് കഴിഞ്ഞിട്ട് ഇവളോട് ഇത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് കാര്യമില്ല. കാരണം ഇവളൊക്കെ ഇത് പിന്നെ വേറെ തരത്തിലേക്ക് ആക്കി മാറ്റാൻ ശ്രമിക്കുകയാണെന്നുള്ളത് മറ്റുള്ളവർക്ക് മനസ്സിലായപ്പോൾ എന്ത് ചെയ്തു, ഇവളുടെ ഉമ്മാനോടും വാപ്പാനോടും ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളത് ആ മഹലിലെ ആളുകൾ തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ചപ്പോൾ അവരോട് പോയി പറഞ്ഞപ്പോൾ ഓല ആ പല്ലിളിച്ച് കാണിച്ചു കൊടുത്തു. അപ്പോൾ ഇവർക്ക് എന്തായി,
ഒരു കാര്യം മനസ്സിലായി. പോയാലാ കിട്ടുക അറിയട്ടെ. ചിലരൊക്കെ ഓല പെരീത്തെ കിണറ്റിൽ വരെ തിരഞ്ഞു കൊടുത്തത്. ഇതിപ്പോ എവിടുന്നാ കാണാൻ കിട്ടുക അറിയില്ലല്ലോ. ഇവള് പറയുന്നുണ്ട് ദുബായിലുണ്ടെന്ന്. ദുബായിൽ എവിടെ വെച്ചാ മറ്റേ ആ പോസ്റ്റാലില്ലേ, അതിന്റെ അടുത്തൊരു മറ്റേ പെട്ടിപ്പീടിയില്ലേ, ആ ഇടയിൽ കൂടെയാണ് പോയാൽ മതിയെന്ന്. ഇതൊക്കെയാണ് ഇവളെ മറുപടി. പിന്നെ എങ്ങനെ മഹല്യര് മറ്റേ അന്റെ പെണ്ണുങ്ങളെന്ന് നിലക്ക് നിർത്തേ? സമൂഹത്തിന് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, സമുദായത്തിന് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ പറ്റുമോ എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ട് അതിന് ആദ്യം ഈ ചങ്ങായിനെ ഒന്ന് കണ്ടിട്ടുണ്ട്. ഓനിങ്ങി എവിടെ പോയിട്ട് മറ്റേ സഹാറ മരുഭൂമിയിൽ ചില്ലറ പൈസ പോയ മാതിരി ഇത് നിന്ന് തരാന്നല്ലാതെ ഇതിന് കിട്ടണ്ടേ. അവസാനം ഈ നാട്ടുകാർക്ക് തന്നെ മനസ്സിലായി ഈ സലീമിനെ തെരഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താ അറിയോ, ഇത് പ്രേതത്തിനെ തിരയാൻ പോയ മാതിരിയേക്കാരം. ഓല് അവിടെ ഉണ്ട് എവിടെ ഉണ്ട് എന്ന് പറയും. എന്നാൽ നമ്മളൊന്ന് പോയോക്കണ്ടേ, അത് കാണൂല. അതേമാതിരിയായി ഈ സലീം നാട്ടുകാർക്ക്. പിന്നെ വെള്ളം ഒഴിച്ചു വിട്ടു. അങ്ങനെ എന്ത് ചെയ്തു, എന്നിട്ടും ഈ ഇതിൽ നിന്നും കൊണ്ട് അവള് കളിച്ചിരുന്നത്. അവസാനം ഈ നാട്ടുകാരും മഹല്യരും മറ്റുള്ളവരും എല്ലാവരും, അതായത് സമാധാനത്തിന്റെ ഒരു വാക്ക് വന്നത് എന്താ അറിയോ, ഞാനിതാ മതം ഉപേക്ഷിച്ചു, ഞാനിതാ തട്ടം ഉപേക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഓളൊരു വീഡിയോ ഇറക്കി. അപ്പോൾ സന്തോഷമായി എല്ലാവർക്കും. കാരണം എന്താ അറിയോ, ഇനി ഇത് പേറി നടക്കണ്ടല്ലോ മറ്റുള്ളവർക്ക്. മറ്റേന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മഹലിന്റെ കീഴിൽ അവിടുത്തെ ഇത്ര വീടുകളുണ്ട്, അതിൽ ഇത്ര മുസ്ലിങ്ങളുണ്ട് എന്നുള്ള ഒരു അറിവുണ്ട്. അപ്പൊ അവിടുത്തെ എന്തൊരു കാര്യം ആ മഹലിന്റെ ഒരു അറിവോടെയൊക്കെ കൂടിയിട്ടാണ് സാധാരണ ഈ മുസ്ലിം ഏരിയകളിലൊക്കെ നടക്കല്. അതിപ്പോ ഇനി നല്ലതാണെങ്കിലും അത് നല്ലതാണെന്നുണ്ടെങ്കിൽ ആ മഹല് അതിനെ സപ്പോർട്ട് ചെയ്യും. ഇനി മോശമാണെന്നുണ്ടെങ്കിൽ അതിനെ എതിർത്തിട്ടില്ലെങ്കിലും അതിന്റെ തെറ്റും ശരിയും പറഞ്ഞ് മനസ്സിലാക്കും. അങ്ങനെ ആ തെറ്റും ശരിയും പറഞ്ഞു കൊടുക്കുമ്പോൾ അത് മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രമല്ല, അതിനെ പരിഹസിച്ചും കൊണ്ട് ഇവളിങ്ങനെ വീഡിയോ ചെയ്തപ്പോൾ അവർക്ക് അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടിലൂടെ പോയിരുന്നു ഒരു കാലത്ത്. പക്ഷെ ഇവളിങ്ങനെ തീരുമാനം എടുത്തോടുകൂടെ ആ ഒരു മറ്റേ എന്താ പറയാ ഭാഗം പിന്നെ അവർക്ക് ചിന്തിക്കാതെ ഒഴിഞ്ഞു മാറി. ഇനി എന്തോ ആയിക്കോട്ടെ, കാരണം അവൾ തന്നെ പറഞ്ഞു ഞാൻ മുസ്ലിം അല്ല എന്നുള്ളത്. അപ്പൊ പിന്നെ അങ്ങനത്തെ ഒരു കാര്യത്തിലേക്ക് ഈ മഹലിന് ഇടപെടേണ്ട എന്ന് വിചാരിച്ച് അവളെ ഒഴിച്ച് അങ്ങോട്ട് വിടുകയും ചെയ്തു. അതിനിടക്ക് ഇവള് കാണിച്ചു കൂടി അക്രമമായിരുന്നു ഇതൊക്കെ. അതിനിടക്കാണ് ഇപ്പോൾ ഇവൾക്ക് ഉമ്മാക്ക് ഈ അസുഖം വന്നു എന്ന് പറഞ്ഞിട്ട് ഇവൾ ഈ വന്നിട്ടുള്ളത്. ഇപ്പൊ എവിടെ നിന്നിട്ട് എന്റെ കുരുനേട്ടനൊക്കെ എന്തായിരുന്നു ഡാൻസും എന്തായിരുന്നു പാട്ടും. അനക്ക് സമയം ഉണ്ടായിരുന്നില്ലല്ലോ, അത്രക്ക് ഷൂട്ടിംഗ് അല്ലായിരുന്നു. രാവെന്നോ പകലെന്നോ ഇല്ലാതെ അടുക്കളയിലായാലും പുറത്തായാലും നട്ടപ്പായിരാക്ക് നിങ്ങൾ ഇജും കുരുനേട്ടനും അങ്ങനെയൊക്കെ അല്ലായിരുന്നു. ചാരി ഇരുന്നിട്ടും കെട്ടിപ്പിടിച്ചിട്ടും മറ്റേ ഓരോ വർഷത്തെ ഇജു എന്റെ കുരുനേട്ടന്റെ സ്നേഹം ഇങ്ങനെ മറ്റേ ടൈറ്റിലാക്കി കൊടുത്തിട്ടൊക്കെ അല്ലേ പോസ്റ്റ് ചെയ്തിരുന്നത്. ഇപ്പൊ ഉമ്മാക്കൊരു അസുഖം വന്നേക്ക് ഓ മുങ്ങിയോ? അല്ലെങ്കിലും ഒത്തിരി നിന്ന് തന്നെ ഭാഗ്യം. കാരണം എന്താ അറിയോ, ഓ മുങ്ങുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമല്ല, അത് കുറച്ച് വഴുകിയെന്നേ ഉള്ളൂ. സംഭവം ഇപ്പം എന്തായാലും നല്ല പണി കിട്ടി. ഇവളാകെ പൊളിഞ്ഞ് പാളീസയക്കണു. അതായത് ഈ മനുഷ്യൻ എന്ത് ക്യാമറയുടെ മുന്നിൽ എത്ര സന്തോഷവാനാണ് എന്ന് അഭിനയിച്ചാലും ശരി, നമ്മളെ ഉള്ളിൻ്റെ ഉള്ളിലില്ലേ നമ്മൾ ചെയ്യുന്ന തെറ്റിന് ഒരു കുത്തുണ്ടാവും. എന്തുകൊണ്ടറിയോ, ചെയ്യുന്നത് തെറ്റാണെന്നുള്ള പരിപൂർണ ബോധ്യത്തോടെ തെറ്റ് ചെയ്യുമ്പോൾ ഒരു കുത്തുണ്ടാവും. അത് ഏവനുക്കും ഉണ്ടാവും, എവൾക്കും ഉണ്ടാവും. ഇപ്പൊ കാര്യങ്ങളൊക്കെ കൈവിട്ട് വയ്ക്കണു. അതിന് ഏറ്റവും വലിയ തുടക്കമാണ് ഓളെ ഇന്നലത്തെ ആ പിരിവിനിറങ്ങല്. ആ വീഡിയോ ഓള് ഡിലീറ്റ് ചെയ്യാനുള്ള മെയിൻ കാരണം എന്താ അറിയോ, ഓൾക്ക് തോന്നി ചോറ് തിന്നണോർക്ക് മനസ്സിലാവും ഇത് ഞാൻ ഫോട്ടോ വിൽക്കാൻ വേണ്ടിയിട്ടില്ല, പുതിയ നമ്പറാണ് എന്നുള്ള തിരിച്ചറിവ് മറ്റുള്ളവർക്ക് വരുന്നു. അമ്മാരി കമന്റിലായിരുന്നു. നിങ്ങൾ ആ വീഡിയോ എത്ര ആൾ കണ്ടുക്കണു? ആരെങ്കിലും ഒരാളെ കാണാതെ ഇരുന്നിട്ടുണ്ടാവില്ല. കാരണം ഇട്ടേക്ക് തന്നെ പെട്ടെന്ന് ആ വീഡിയോ റീച്ച് ആയിക്കണു. അമ്മായത്തെ ഉപദേശം, അമ്മായത്തെ മറ്റേ BGM ഒക്കെ വെച്ചിട്ടുള്ള മ്യൂസിക്കൊക്കെ ആക്കിയിട്ടുള്ള അമ്മായത്തെ സങ്കടത്തിലിരുന്നോള് വന്നിരുന്നത്. എങ്ങനെയെങ്കിലും നിങ്ങൾ ഇതൊന്ന് വാങ്ങി എന്നിട്ട് ഇന്നൊന്ന് സഹായിക്കും, നിങ്ങൾ മിക്രയ്ക്ക് വിളിക്കും, എൻ്റെ ഉമ്മ ഇങ്ങനെ ഒരു അസുഖത്തിൽ കിടക്കുകയാണ്, ഞാൻ ഇതിനെ പറയാൻ പറ്റൂല, പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മ അറിയും, അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലും പറച്ചിലായിരുന്നു. ഇതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. ഞാൻ ഇവിടെ മുമ്പേ ശ്രദ്ധിച്ചുക്കണു, മറ്റേ കപടഭക്തി ഇറങ്ങിയിട്ടുണ്ട് പുതിയ ഉഡായിപ്പും കൊണ്ടേന്ന് പറഞ്ഞില്ലേ. ഇവള് 2, 3, 4 സ്റ്റെപ്പായിട്ടാണ് ഇവള് വന്നത്. എല്ലാം വള്ളത്തിൽ വളിയിട്ട മാതിരി ചീറ്റിയിരിക്കണു. എന്തായാലും ഇട്ട വീഡിയോ ഡിലീറ്റ് ആയിക്കണു. ഞാൻ ഇടുമല്ലേന്ന് നോക്കാം. ഇനി അതല്ല വേറെ എന്തെങ്കിലും കഥ കൊണ്ട് വരുമോ നോക്കാം. ഓക്കെ എന്നാ.